KSFE ചെയർമാൻ ശ്രീ വരദരാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വരദരാജൻ, KSFE ഇങ്ങനെ 2 പേർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അപ്പോൾ ആ നോട്ടീസിന്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി, അവരുമായി സംസാരിച്ചു. അപ്പോൾ തിരിച്ചടവിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് KSFE. എന്തുകൊണ്ടായിരിക്കും അയക്കേണ്ടി വന്നത്? അല്ല, നമ്മുടെ ശ്രദ്ധയിൽ ഈ വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ നേരത്തെ തീരുമാനമെടുത്തിരുന്നത് യാതൊരു തരത്തിലുള്ള റിക്കവറി നടപടികളോ കുടിശ്ശിക പിരിവോ ഈ വിഭാഗങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അവർ ചിലപ്പോൾ പല ശാഖകളിൽ അവർക്ക് ഇടപാടുണ്ടാവും. ഒരു ശാഖയിൽ നിന്നും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നോട്ടീസ് അയക്കാൻ പാടില്ല എന്നാണ് തീരുമാനിച്ചത്. ഗവൺമെന്റ് തീരുമാനിക്കുന്നത് മുറയ്ക്ക് തുടർ നടപടികൾ എടുക്കേണ്ടതുള്ളൂ എന്നും തീരുമാനിച്ചിരുന്നു. തിരിച്ചടക്കേണ്ടതില്ലല്ലോ, ഇപ്പോൾ നിലവിൽ തിരിച്ചടക്കേണ്ടതില്ലല്ലോ. അതെ, ഗവൺമെന്റ് എന്താണോ ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്, ഒരു റിക്കവറിയും ഇത്തരം മേഖലകളിൽ നടത്താൻ പാടില്ലെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ബോർഡ് തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. എന്താണ് ഇന്ന് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടായിരുന്നു. അത് അന്വേഷിക്കാനായിട്ട് കോഴിക്കോട് റൂറൽ AGM-നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടി ആലോചിക്കും. ഏതായാലും യാതൊരു തരത്തിലുള്ള റിക്കവറി നടപടികളും തുടരുന്നതല്ല. അപ്പൊ ഈ നോട്ടീസ് തൽക്കാലം അവഗണിച്ചാൽ മതിയല്ലോ. അവരിത് അല്പം ടെൻഷനിൽ ഇരിക്കുകയാണ് ആ മനുഷ്യര്. അല്ല, അത് അടയ്ക്കേണ്ടി വരില്ല. തൽക്കാലം ഒന്നും അവർക്ക് അടയ്ക്കേണ്ടി വരില്ല. അത് മറ്റൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ നേരത്തെ എടുത്ത തീരുമാനം തന്നെ ആയിരിക്കും KSFE പിന്തുടരുക. ഒരു തരത്തിലും അവർക്ക് പൈസ അടയ്ക്കുകയോ റിക്കവറി നോട്ടീസിന് പോവുകയോ ചെയ്യില്ല. ഈ നോട്ടീസും പ്രകാരമുള്ള ഒരു തുടർ നടപടിയും സ്വീകരിക്കുന്നതല്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച്. ആ നോട്ടീസ് സംബന്ധമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഈ നോട്ടീസ് കിട്ടിയവരെ ഞങ്ങൾ ബന്ധപ്പെടുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ശ്രീ വരദരാജൻ. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ദീപക് മോഹൻ അവരോട് പറഞ്ഞോളൂ, KSFE-യിലെ ആ 2 നോട്ടീസ് തൽക്കാലം അവഗണിച്ചോളൂ. അതിൻ്റെ ഒരു പിഴവ് പറ്റിയതാണ്. ആ പിഴവ് എന്താണ് എന്നുള്ളത് AGM അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ നോട്ടീസ് കിട്ടിയതായിട്ട് അറിയാമോ? അവരോടൊക്കെ പറഞ്ഞോളൂ ദീപക്. നമുക്ക് ഈ മാധ്യമത്തിലൂടെ തന്നെ പറയാം. വയനാട് ചൂരൽമല മുണ്ടക്കെ ദുരന്തബാധിതരായി സർക്കാരിൻ്റെ നൽകിയിരിക്കുന്ന താൽക്കാലിക സ്ഥലങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ നോട്ടീസ് പ്രകാരം പണം ഇപ്പോൾ തിരിച്ചടയ്ക്കേണ്ടതില്ല.